നമസ്കാരം. വിജയുടെ പുതിയ രാഷ്ട്രീയ പാർട്ടിയായ തമിഴകം മെട്രിക് കഴകത്തിന്റെ ആദ്യ സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങളാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത്. സെപ്റ്റംബർ 23 നടക്കുന്ന വിജയുടെ പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിൽ ബി നേതാക്കളെ വിളിക്കാനുള്ള സാധ്യതകളാണ് കൂടുതലായി കാണുന്നത്. കൂടാതെ RSSന്റെ തലവനെയും കൂടാതെ RSSലെ പ്രധാന നേതാക്കളെയൊക്കെ വിളിക്കുമെന്ന് തന്നെയാണ് വിജയുടെ പാർട്ടിയായ തമിഴകം മെട്രിക് കഴകത്തിന്റെ മുതിർന്ന നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നീക്കങ്ങളാണ് വിജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിജയ് ഒറ്റയ്ക്ക് മത്സരിക്കുമോ അതോ ഏതെങ്കിലും പാർട്ടിയുമായി സഖ്യം രൂപീകരിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. തമിഴ്നാടിന്റെ രീതി അനുസരിച്ച് ഏറ്റവും കൂടുതൽ അവിടെ ശക്തമായി ഇരിക്കുന്നത് RSS BJP കോംബോയാണ്. AIADMKയുടെ പാർട്ടി തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ ഒരു പ്രവർത്തനം നടത്തുന്നില്ല എന്നതും അവിടെ അവർ പ്രതിപക്ഷമായി തന്നെ ഇരിക്കുന്നത് കൊണ്ടും എന്തായാലും അവരുമായിട്ടൊരു സഖ്യം ചേരുന്നില്ല എന്നത് വിജയ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കൂടാതെ സ്റ്റാലിനുമായി ഒരു കൂട്ട് അവിടെ ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ്. കാരണം സ്റ്റാലിൻ അവിടെ ഏത് നിമിഷവും മുഖ്യമന്ത്രി കസേര രാജിവെക്കും എന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തുന്നത്. മുഖ്യമന്ത്രി കസേര രാജിവെച്ച് അവധിയിൽ പോയിട്ട് മകനായ ഉദയനിധി സ്റ്റാലിന് മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ച് ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രിയാക്കാനാണ് സ്റ്റാലിൻ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നത്. ഉദയനിധി ആകട്ടെ എന്തായാലും പാർട്ടി ഭരണത്തിൽ വലിയ രീതിയിൽ ഒരു അറിവുമോ പരിജ്ഞാനമോ എക്സ്പീരിയൻസോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അധിക നാൾ DMK ഉദയനിധി സ്റ്റാലിന്റെ കയ്യിൽ നിന്ന് നീണ്ടുപോകത്തില്ല. അതായത് എന്തായാലും പാർട്ടി ഒരു പിളർപ്പിലേക്ക് പോകുമെന്നത് ഉറപ്പാണ്. എന്തായാലും സ്റ്റാലിൻ പടി ഇറങ്ങുന്നതോടെ പാർട്ടി തകർന്ന് നിലംപരിശാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജയ് ഭാവിയിൽ എന്തായാലും RSSുമായി കൈകൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഉള്ളൊരു ഏരിയ കൂടിയാണ്. RSS വഴി വിജയ് BJPയിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കഴിഞ്ഞ മാസമാണ് വിജയ് തന്റെ പാർട്ടിയുടെ പതാക പുറത്തിറക്കിയത്. സംഘകാലത്ത് തമിഴ് വീരന്മാർ യുദ്ധങ്ങളിൽ മറ്റും പങ്കെടുക്കാറുണ്ടായിരുന്നു. യുദ്ധത്തിൽ വിജയിച്ചു വരുന്ന വീരന്മാരെ വാകപ്പൂ നൽകിയാണ് തമിഴകർ സ്വീകരിച്ചിരുന്നത്. വിജയുടെ പാർട്ടി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതോടെ എന്തായാലും DMKയുടെ വോട്ടുകൾ കുറയും എന്ന രീതിയിൽ ഒരു സംശയവുമില്ല. അത് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നത് BJPക്ക് തന്നെയായിരിക്കും. BJPയുടെ ദേശീയ നേതൃത്വം തന്നെ തമിഴ്നാട്ടിൽ വിജയ് പാർട്ടി തുടങ്ങാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെയാണ് തമിഴ്നാട്ടിലെ സൂപ്പർ നടിയായ ഖുഷ്ബുവിനെ തന്നെ BJPയുടെ ദേശീയ നേതാവായ ഖുഷ്ബുവിനെ തന്നെ തമിഴ്നാട്ടിലേക്ക് BJPയുടെ താക്കോൽ സ്ഥാനം ഏൽപ്പിക്കാൻ BJP ദേശീയ നേതൃത്വം തന്നെ തീരുമാനിച്ചത്. അതേസമയം സമ്മേളനത്തിന് ആതിഥ്യം വഹിക്കാൻ പാർട്ടി 85 ഏക്കർ പ്ലോട്ട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം 1.5 ലക്ഷം ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും തമിഴ്നാട്ടിൽ ഏത് നിമിഷവും അസാധാരണമായ ഒരു രാഷ്ട്രീയ നീക്കം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഭവം ഉടലെടുക്കാമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം തന്നെ വ്യക്തമാക്കുന്നത്. കാരണം വിജയ് ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു. ജയലളിതയുടെ പാർട്ടി ആകട്ടെ ഒരിടത്ത് ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവർ വലിയ രീതിയിൽ അവിടെ ആക്റ്റീവ് ആവുന്നില്ല. BJP കന്യാകുമാരി, ചെന്നൈ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ BJP ശക്തമായി തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാവിയിൽ തമിഴ്നാട്ടിൽ വിജയ്ക്ക് ഒറ്റയ്ക്ക് എന്തായാലും ഒരു ഭൂരിപക്ഷം കിട്ടാനോ അല്ലെങ്കിൽ വിജയുടെ പാർട്ടിക്ക് ഒറ്റയ്ക്ക് തമിഴ്നാട്ടിൽ ഭരിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ശക്തമായി നിൽക്കുന്നത് BJP ആയതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു 2026 ശേഷം എന്തായാലും ഒരു വിജയ്ക്ക് അവിടെ തമിഴ്നാട്ടിൽ ഭരിക്കണമെങ്കിൽ BJP എന്നൊരു പാർട്ടിയുമായിട്ട് കൈകോർത്താൽ മാത്രമേ വിജയ്ക്ക് അവിടെ ഒരു ഭരണ സാധ്യത ഉണ്ടാവൂ എന്നതാണ് യാഥാർത്ഥ്യം.